ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് 28 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഗ്ലൂക്കോസ്, അതായത് നമ്മൾ 3-ാം മാസം ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. 3-ാം മാസമാണോ 4-ാം മാസമാണോ ഗ്ലൂക്കോസ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ എനിക്ക് 1 അവർ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. പക്ഷേ ഈ വട്ടം എനിക്ക് ആ ഗ്ലൂക്കോസിൻ്റെ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ട് ഒരു 2 hours നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഒരുക്കത്തിൻ്റെ ചടങ്ങെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ടെസ്റ്റിന് കൊടുക്കണം. അപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ബേബി ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇത് വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് പോസ്റ്റ് ആക്കിയതിൻ്റെ ദേഷ്യമാണ് കേട്ടോ മുഖത്ത്. അങ്ങനെ സെക്കൻഡ് ടൈം ഞാൻ അങ്ങനെ ആ ഗ്ലൂക്കോസിൻ്റെ ഡ്രിങ്ക് കുടിക്കുകയാണ് കേട്ടോ. എനിക്ക് വലിയ ഫീലൊന്നും തോന്നിയൊന്നുമില്ല, പക്ഷേ വേറൊരാളുടെ മുഖത്ത് കുറേ എക്സ്പ്രഷനൊക്കെ മിന്നി മറിയാൻ നിങ്ങൾക്ക് കാണാം. 10:40, 11:40 കേട്ടോ. കറക്റ്റ് 2 മണിക്കൂർ. കറക്റ്റ് 11:40 ബ്ലഡ് എടുക്കേണ്ടത്. ആ സമയം വരെ ഇനി ഒന്നും വെള്ളം കൂടി കുടിക്കും കേട്ടോ. തൈറോയിഡിന്റെ എല്ലാവരും. അങ്ങനെ നമ്മൾ വാർഡിൽ വന്ന് ഒരു 2 hours നമുക്ക് സമയം എങ്ങനെയെങ്കിലുമൊക്കെ കളയണം. ഞാൻ ആദ്യം കുറച്ച് ഇരുന്നെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ എനിക്കൊട്ടും വയ്യ. എനിക്ക് കഴിഞ്ഞ വട്ടം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ അത് 1 hour ഉള്ളത് 2 മണിക്കൂർ ഇരിക്കണം. ഇപ്പം നമുക്ക് 1 മണിക്കൂർ ആവാൻ പോകുന്നേ ഉള്ളല്ലേ. 10:40 ആകുമ്പോൾ 1 മണിക്കൂർ ആവത്തേ ഉള്ളൂ. എനിക്ക് ഇപ്പോഴേ വോമിറ്റിംഗ് ടെൻഡൻസി ചെയ്ത് വരുന്നുണ്ട്. പറയുമ്പോൾ നാരങ്ങ നോക്കി ചോദിക്കണം പ്ലീസ്. ഇവിടെ നല്ല മഴയാണ്, അതുപോലെ ഞാൻ എണീറ്റു. എനിക്കിനി കിടക്കാൻ വയ്യ. എനിക്ക് നേരത്തെ നമ്മൾ ചെയ്ത ഗ്ലൂക്കോസ് ടെസ്റ്റ് ആക്ച്വലി എനിക്ക് വലിയ സീനില്ലാത്തതായിരുന്നു, പക്ഷെ ഇതെനിക്ക് വയ്യ. എനിക്ക് അത് കുടിച്ചപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, നാരങ്ങ വെള്ളം കുടിക്കുന്നതൊക്കെ ഉള്ളായിരുന്നു. പക്ഷെ കുടിച്ചതിന് ശേഷം നല്ല ടയേർഡാവുന്നുണ്ട്. ഞാൻ കിടക്കുമായിരുന്നു, നല്ല ടയേർഡായി. പിന്നെ വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ മണപ്പിച്ച് ഞാൻ കിടക്കുമായിരുന്നു. ഇപ്പം ഞാൻ എണീറ്റത് എനിക്ക് ഒട്ടും വയ്യ. കിടന്ന ശരിയാതില്ല, ഛർദ്ദിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണീറ്റ് കുറച്ച് നേരം നടന്നു. ബേബി ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് 11:20 ആയിട്ടുണ്ട്. അപ്പോൾ 11:40 ആകുമ്പോൾ 20 മിനിറ്റ്സോടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ 11:40 ആകുമ്പോഴത്തേനും അവിടെ പോയിട്ട് നമുക്ക് ബ്ലഡ് കൊടുക്കണം. അതിനുശേഷം വേറെ വെള്ളം കുടിച്ചിട്ടുണ്ടോ? എൻ്റെ നാരോ വെയിനിലൂടെ ബ്ലഡ് എടുക്കാൻ സിസ്റ്റർ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ പ്രഗ്നൻസി ജേർണീനെ പറ്റി ഒരു ഇത് പറ. സുഖം, സ്വസ്ഥം, സമാധാനം. സുഖം സുഖം ഞാൻ സുഖിക്കുന്നു നന്നായിട്ട്. കഷ്ടപ്പാടിനെ പറ്റി പറ. ഞാൻ സഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ കാണുന്നില്ല, അതിനെ പറ്റി പറ. ഞാൻ കണ്ടില്ല സഫർ ചെയ്യണമെന്ന്. സന്തോഷം. എനിക്ക് കാലുവേദനയുണ്ട്, വയറുവേദനയുണ്ട്, നടുവേദനയുണ്ട്. അതിനെ പറ്റി 2 വാക്ക് പറഞ്ഞുകൂടെയുണ്ട്. അതെല്ലാവർക്കും വരും. പ്രഗ്നൻസി ജേണിയിൽ എല്ലാവർക്കും വരും. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലേ നമുക്ക് നല്ല. എല്ലാവർക്കും വരും, പക്ഷെ നിനക്ക് ഞാൻ മാത്രമേ കിട്ടും. വേറെ വൈഫ് അങ്ങനെ ഉണ്ട്? ഇല്ല. അപ്പൊ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്റെ കഷ്ടപ്പാട് നിനക്ക് വിഷമം ഉണ്ടാക്കുവോ? അത് പറ. ഞാൻ കഷ്ടപ്പാട് കാണുന്നില്ല. ഒരു വിഷമം, മാസത്തിൽ 4 ദിവസം ഞാൻ വരുന്നുള്ളൂ. ഒരു വിഷമം. മാസത്തിൽ 4 ദിവസം വരുന്നുള്ളൂ. അപ്പൊ 4 ദിവസം എന്റെ കഷ്ടപ്പാട് കാണും. 4 ദിവസം ഞാൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. ഈ 4 ദിവസം വന്നിട്ട് അയ്യോ നീ കറുത്തു പോയി, അയ്യോ കഴുത്ത് കറുത്തു പോയി. കഴുത്തൊക്കെ കറുക്കുന്ന എന്തുകൊണ്ടാ? കുളിക്കാത്തോണ്ട്. വീഡിയോ എടുക്കുന്ന കേട്ടല്ലോ ഗൈസ്. അയണിന്റെ ടാബ്ലറ്റും തൈറോയിഡൊക്കെ കഴിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ അണ്ടർ ആംസ്, കഴുത്ത്, നമ്മുടെ കൈമുട്ട് എല്ലാം നമുക്ക് കറക്കും. അത് നോർമലാണ്. ഓക്കെ. അങ്ങനെ നമ്മുടെ റിസൾട്ട് എല്ലാം വന്നിട്ട് നമ്മൾ ഡോക്ടറിനെ കാണാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. നല്ല റഷ് ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഡോക്ടറിനെ എല്ലാം കണ്ടിറങ്ങി കിട്ടേണ്ടതെല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പം നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. 2 മണിക്കൂർ ആവുന്നതിന് മുന്നേ തന്നെ ബിബിക്ക് തിരിച്ചു പോരുന്നുണ്ട്. ബിബി എൻ്റെ കൂടെ ഇല്ലായിരുന്നു. എൻ്റെ മൂത്ത മാമൻ്റെ മോന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അതിവിടെ അല്ല, നമ്മുടെ മാമൻ്റെ വീട്ടിൽ അച്ചൻകോവിൽ സ്ഥലത്ത്, അച്ചൻകോവിലാണ്. അപ്പം അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങ് പോയി. പിന്നെ ഞാനും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ 2 hours കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡോക്ടറിനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കിന് ഷുഗർ കുറച്ച് കൂടുതലാണ്. എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും നാളത്തെ ചെക്കപ്പിൽ, അതായത് ഇതിപ്പോൾ 28 വീക്സാണ്, 27 വീക്സ് വരെ എനിക്ക് ചെക്കപ്പിൽ ഷുഗർ എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ഒരു കുഴപ്പമില്ലാണ്ട് പോയേക്കുമായിരുന്നു. പക്ഷേ ഈ വീക്ക് ഷുഗർ കുറച്ച് നല്ല 150 സംതിങ് അത്രയും കണ്ട് കൂടുതലാണ്. അപ്പോൾ എനിക്ക് സ്ട്രിക്റ്റ് ഡയറ്റാണ് ഇപ്പോൾ എനിക്ക് ഈ 2 വീക്സ് ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ആഫ്റ്റർ 2 വീക്സ് എനിക്കൊരു സ്കാനിങ്ങും കൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്യും. കാരണം ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ചോറ് ഫുള്ള് നമ്മൾ ഒഴിവാക്കുകയാണ്. പിന്നെ നന്നായിട്ട് ഞാൻ
മധുരം നന്നായിട്ട് കഴിക്കണം. കുഴപ്പമില്ല, ഈ 2 ആഴ്ച കൊണ്ട് ഞാൻ അതൊക്കെ ശരിയാക്കിയിട്ടുണ്ട് അടുത്ത ആഴ്ച പോവാൻ. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ലോഗിൽ കാണുന്നതിന് വരെ ബൈ.